നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ഗണപതി ഭഗവാന് മുന്നിൽ ഏത്തമിടുന്നത് എന്തിനാണ് എന്നും ഏത്തമിടുന്നതിൻ്റെ ശരിയായ രീതി എങ്ങനെയാണെന്നും ചെയ്താലുള്ള ഗുണം എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഗജാനനാം ഭൂതഗണാതിസേവിതം കവിത്ത ജംബുബല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗണപതി ഭഗവാന്റെ ഒരു മന്ത്രമാണ്. നമ്മുടെ വിഘ്നങ്ങൾ ഒഴിഞ്ഞു പോകാനും തടസ്സങ്ങൾ നീങ്ങാനും വേണ്ടിയാണ് നമ്മൾ ഗണപതി ഭഗവാന് മുന്നിൽ ഏത്തമിടുന്നത്. ഭഗവാൻ ഭക്തരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത്തമിടൽ. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏവർക്കും ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ശരിയായ രീതിയിൽ ഏത്തമിടാൻ പലർക്കും അറിയാമെങ്കിൽ തന്നെ പലരും അധികം മെനക്കെടാറുമില്ല. അത്യാവശ്യം ഭഗവാനെ ഒന്ന് വണങ്ങിപ്പോകുന്ന രീതിയിൽ കൈ പിണച്ച് രണ്ട് ചെവിയിലും തൊട്ട് വേഗമൊന്ന് ചലിപ്പിക്കുന്നത് മാത്രമാവും ഏത്തമിടുന്ന രീതി. അത് പാടില്ല. പല ഭക്തരും മറ്റുള്ള ഭക്തന്മാരുടെ മുന്നിലും ഏത്തമിടുന്നത് കാണാറുണ്ട്. എന്നാൽ അതും ശരിയല്ല. ഗണപതി ഭഗവാന്റെ സന്നിധിയിൽ മാത്രമാണ് ഏത്തമിടുക. മറ്റൊരു ദേവസന്നിധിയിലും യാതൊരു വിധി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഗണപതി സന്നിധിയിൽ ഏത്തമിട്ടാൽ പ്രധാനവുമാണ് എന്ന് നാം ഓർക്കുകയും വേണം. ഏത്തമിടുന്ന രീതി വിവരിക്കുന്ന ഒരു മന്ത്രം തന്നെയുണ്ട്. ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വേണം ഏത്തം ഇടേണ്ടത്. വലം കൈയാൽ വാമശ്രവണവുമിടം കൈവിരലിനാൽ വലം കാതും തൊട്ടകഴുന്ന പിണച്ചുള്ള നിലം കൈമുട്ടാലെ പലമുറി തൊടുന്നേനടിയനിന്നലം കാരുണ്യാപ്തേ കളകമമ വിഘ്നം ഗണപതി. ഇത് എങ്ങനെയെന്നാൽ വലം കൈ കൊണ്ട് ഇടത്തെ കാതും ഇടം കൈ കൊണ്ട് വലത്തെ കാതും തോറ്റുകൊണ്ട് കാലുകൾ പിണച്ചു നിന്ന് കൊണ്ട് കൈമുട്ടുകൾ പലതവണ നിലം തൊട്ട് ഭഗവാനെ വന്ദിക്കുന്നു. ഏത്തമിടുന്ന ശരിയായ സമ്പ്രദായം അനുസരിച്ച് ഇടത്ത് കാലിൽ ഊന്നി നിന്ന് വലത്ത് കാൽ ഇടതുകാലിൻ്റെ മുന്നിൽ കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടുവിച്ച് വേണം നിൽക്കേണ്ടത്. ഇതിനൊപ്പം ഇടത് കൈയുടെ നടുവിരൽ ചൂണ്ടുവിരൽ എന്നിവ കൂടി വലത്തെ ചെവിയും വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയുടെ മുൻവശത്തു കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി ആദ്യം വലത്തെ രണ്ട് വിരലുകൾ കൊണ്ട് ഇടത്തെ കാതും പിടിക്കണം. എന്നിട്ട് വേണം ഭഗവാനെ കുമ്പിടുകയും നിവരുകയും ചെയ്യണം. എത്ര തവണ ഏത്തമിടുന്നു എന്നത് അവരവരുടെ സൗകര്യം അനുസരിച്ചായിരിക്കും. സാധാരണ 3, 5, 7, 12, 15, 21, 26 എന്നീ എണ്ണം അനുസരിച്ചാണ് ചെയ്യുക. ഏത്തമിടുന്നതനുസരിച്ച് ഭക്തരിൽ നിന്ന് വിഘ്നങ്ങൾ മാഞ്ഞുപോകും എന്നാണ് വിശ്വാസം. ഇതിനെ ബുദ്ധി ഉണർത്തുന്ന ഒരു വ്യായാമ മുറയായിട്ട് പരിഗണിച്ചു വരുന്നു. ഇത്തരത്തിൽ ഏത്തമിടുന്നത് കൊണ്ട് തലച്ചോറിലേക്ക് രക്തത്തിന്റെ ഒഴുക്ക് കൂട്ടുമെന്ന്